40 ഹെയർപിൻ വളവുകളാണ് വാൽപ്പാറ ചുരത്തിലുള്ളത്. ഇതിൽ ചുരമിറങ്ങി വരുമ്പോൾ 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്നാണ് ട്രാവലർ വാൻ നിയന്ത്രണം വിട്ടത്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാനുള്ള വീതിയുള്ള റോഡ്, 1.5 അടിയോളം മാത്രം പൊക്കമുള്ള ബാരിക്കേഡ്. അപകടങ്ങളെ ചെറുക്കാൻ റോളർ ബാരിക്കേഡുകളുമുണ്ടെങ്കിലും റോളറുകൾ ഇല്ലാത്ത ഭാഗത്തിടിച്ച വാൻ ബാരിക്കേഡ് തകർത്ത് കുത്തനെയുള്ള പാറക്കെട്ടിലൂടെ 500 അടി താഴ്ചയിലേക്ക്. വാൻ പതിച്ചത് പാറക്കെട്ടുകൾക്കിടയിലൂടെ 9ാമത്തെ വളവിലേക്കായിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു പൊട്ടുപോലെ റോഡിൽ തകർന്ന് ഛിന്നഭിന്നമായി കിടക്കുന്ന ട്രാവലർ ഇപ്പോഴും കാണാം. പക്ഷേ അപകടത്തിൻ്റെ യഥാർത്ഥ ഭീകരത വ്യക്തമാകുന്നത് താഴെ നിന്നും പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് നോക്കുമ്പോഴാണ്. ആ കാണുന്ന ഹെയർപിൻ ബെൻഡിൽ നിന്ന് വണ്ടി അങ്ങനെ ഉരുണ്ടിട്ടാണ് ഈ 8ാം വളവിനോടടുത്ത് വന്ന് വീഴുന്നത്. ഇവിടുന്ന് ഏകദേശം 80-100 മീറ്ററോളം വ്യത്യാസം ഉണ്ടാകും അവിടേക്ക്. അതിൽ നിന്നാണ് വണ്ടി ഇവിടെ വീഴുന്നു. ഈ റോട്ടിൽ നിന്ന് വീഴുന്നു. ആ റോട്ടിൽ നിന്ന് വീണ ശേഷം വണ്ടിയുടെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ടാണ്. വാൻ 9ാമത്തെ വളവിൽ വന്ന് വീണു പതിക്കുന്ന ശബ്ദം കേട്ട് ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പ്രദേശവാസിയായ സുന്ദരമാണ്. അപ്പോൾ തന്നെ 8 പേർ മരിച്ചിരുന്നുവെന്നാണ് സുന്ദരം പറയുന്നത്. നേരത്തെ 5 മണി ഇരിക്കും நினைக்கிறேன். நான் கீழே இருந்து மேலே வந்துட்டேன். பயங்கர டிராஃபிக், கீழே வண்டியெல்லாம் எதுவுமே விடவே இல்லை. பார்த்தீங்கன்னா வண்டி வந்த வாக்கில் அப்படியே நேராக திரும்பாமல் போயிட்டாங்க. அது வர்றது என்னென்னா மெயின் வந்துட்டு அவங்க வந்து பாட்டு ஃபுல்லாக சவுண்டு வச்சுட்டு வரனால கீழேருந்து வர சவுண்டெல்லாம் அவங்களுக்கு கேட்க மாட்டேங்குது. மொத்தம் 13 பேர் சொன்னாங்க, டிரைவரோடு சேர்த்து 14. நேற்று நாங்கள் 8 பாடி வரைக்கும் நாங்கள் எடுத்து அது வரைக்கும் இருந்தோம். அதுக்கப்புறம் இருட்டாயிடுச்சு. அப்புறம் ஃபயர் சர்வீஸ்லாம் வந்துட்டாங்க. இதுக்கு முன்னாடி இங்கே இந்த இடத்துல இது வரைக்கும் இது ஒன்றுமே ஆகலை. 2வது பெண்டுக்கு இடையில மட்டும் ஒரு டைம் மட்டும் பஸ் வந்து பழனி பஸ், அது பஸ் மட்டும் ஆயிருக்கு ஒரு டைம் மட்டும். மற்றபடி இது வரைக்கும் ஆனதில்லை. இந்த டிரைவரோட சொந்தக்குறை கம்மி தான். இது டிரைவரோட இல்லை, வண்டி ஏதாவது லாக் ஆயிடுச்சா, ஸ்டேரிங் எது லாக் ஆயிடுச்சா அப்படின்னு தெரியல. ஆனால் பிரேக் அடித்த இந்த இதில் வந்து பிரேக் அடித்த அந்த இதே இல்லை, தடமே இல்லை. 13ാം വളവിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ മറ്റു ഹെയർപിൻ വളവുകളും ആളിയാർ ഡാമും കാണാം. ഇതിനു മുൻപ് വാൽപ്പാറ ചുരത്തിൽ അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് ബസ്സായിരുന്നു. 2ാം വളവിൽ ബസ് മറിഞ്ഞ് അന്ന് 8 പേരാണ് മരിച്ചതെന്നും സുന്ദരം ഓർത്തെടുത്തു. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. Even